പൊതുപരിപാടിക്കിടെ സിനിമാ താരം മോഹൻലാലിന്റെ മുഖത്ത് മൈക്ക് കൊണ്ടുപോയ സംഭവത്തിൽ സോഷ്യൽ മീഡിയ വിമർശനങ്ങളിൽ മാധ്യമപ്രവർത്തകനെ മോഹൻലാൽ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. മകൾ വിസ്മയുടെ ആദ്യ സിനിമയെക്കുറിച്ച് വിവരം തരുന്നതിനിടയിലാണ് തിരക്കിൽപ്പെട്ട് ഈ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. താരത്തിൻ്റെ വളരെ ലളിതമായ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകനെ 24 മാധ്യമപ്രവർത്തകനെ ആശ്വസിപ്പിക്കുകയും അവസാനം വളരെ തമാശ രൂപത്തിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും, വിഷമിക്കേണ്ട, വേറൊന്നും കിട്ടാത്തതുകൊണ്ട് മാധ്യമം താങ്കൾക്ക് നേരെ തിരിഞ്ഞതാണ് എന്ന് വിമർശനങ്ങൾക്കെതിരെ പറയുകയും ചെയ്തു മോഹൻലാൽ. ഞാനിപ്പോഴാണ് അറിഞ്ഞിട്ട് പറയാം. മോഹൻലാലിന്റെ മകൾ വിസ്മയയുടെ ആദ്യ സിനിമാ വിവരം പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു സംഭവം. ടാഗോർ തിയേറ്ററിൽ നടന്ന പൊതുപരിപാടിക്ക് ശേഷം മോഹൻലാൽ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണം തേടാൻ ശ്രമിച്ചു. എന്നാൽ തിരക്കിനിടയിൽ 24 സീനിയർ റിപ്പോർട്ടർ മനീഷ് മഹിപാലിന്റെ കയ്യിലുണ്ടായിരുന്ന മൈക്ക് താരത്തിന്റെ മുഖത്തുകൊണ്ടു. ഇതോടെ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ശേഷം താരം തന്നെ നേരിട്ട് 24 റിപ്പോർട്ടർ മനീഷ് മഹിപാലിനെ ഫോണിൽ വിളിച്ചു. സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ കാര്യമാക്കേണ്ടെന്ന് മോഹൻലാൽ. ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാർ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല, അത് കഴിഞ്ഞ കാര്യമല്ലേ. അതെ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നും ചെയ്യാക്കില്ല. അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ. ഒപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വാചകം തമാശ രൂപേണെ വീണ്ടും ആവർത്തിച്ചു. മാധ്യമം അങ്ങനെയാണല്ലോ, ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ, വേറെ എന്ത്. അതെ അതെ, കൈ ലോക്കായി. ഓക്കെ, താങ്ക് യു. ഞാൻ പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട്. സംഭവം വിശദീകരിച്ചുള്ള മനീഷ് മഹിപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ ചർച്ചയാണ്. അങ്ങനെ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചപ്പോൾ ആ സമയത്തുണ്ടായ ഒരു തിക്കിനും തിരക്കിനും ഇടയിൽ പ്രത്യേകിച്ചും ആരാധക വൃന്ദം ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ബൈറ്റിനോട് അവസരം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൈക്ക് വെച്ച സമയത്ത് എൻ്റെ കൈ അങ്ങ് ലോക്കായി പോയി. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്താണ് സംഭവിച്ചെന്ന് കൃത്യമായി ലാലേട്ടനോട് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പം എനിക്ക് അതിലാണ് സന്തോഷമായത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ആളോട് പറയണം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അത് മനസ്സിലായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായി.